പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന പരാതിയിൽ അറസ്റ്റിലായ ഹരിയാനയിലെ ബ്ലോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് സംസ്ഥാന സർക്കാരിന്റെ ക്ഷണപ്രകാരമെന്ന് സ്ഥിരീകരിക്കുന്നത് വിവരാവകാശ രേഖകൾ തന്നെയാണ്. എത്തിയത് ടൂറിസം വകുപ്പിന്റെ പ്രമോഷന് വേണ്ടി. കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി, ആലപ്പുഴ, മൂന്നാർ എന്നിവിടങ്ങളിൽ ജ്യോതി യാത്ര ചെയ്തത് ടൂറിസം വകുപ്പിന്റെ ചെലവിൽ. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ കൈമാറിയെന്ന കണ്ടെത്തലിൽ അറസ്റ്റിലായ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് എന്തിന് എന്ന ചോദ്യം ബാക്കിയാകും. യൂട്യൂബിൽ 3 ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള ജ്യോതി മൽഹോത്ര കേരളത്തിലെ തന്ത്രപ്രധാന സ്ഥലങ്ങളടക്കം സന്ദർശിച്ച് ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തത് എന്തിനെന്നതിനും ഉത്തരമില്ല. പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനത്തിനായിരുന്നോ ഈ യാത്രകൾ എന്ന ചോദ്യമാണ് ബാക്കി. അപ്പോൾ ഉണ്ടാകുന്ന വലിയ വീഴ്ചയിൽ പ്രതിരോധത്തിലായിരിക്കുകയാണോ ടൂറിസം വകുപ്പ്? ഹരിയാനയിലെ സർക്കാരിന് വർഷങ്ങളോളവും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കും കണ്ടുപിടിക്കാനാവാത്ത രീതിയിൽ ചാരപ്രവർത്തനം നടത്തി സൈനിക രഹസ്യം ചോർത്തിയ വനിതയുടെ കേരള യാത്ര സ്പോൺസർ ചെയ്തത് മന്ത്രി മുഹമ്മദ് റിയാസ് എന്ന് BJP ആരോപിക്കുന്നതിൽ കഴമ്പുണ്ടോ? രാഷ്ട്രീയ ആരോപണത്തിനപ്പുറം ഇന്റലിജൻസ് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ? കേരളം എവിടെയെങ്കിലും ലക്ഷ്യമാകുന്നുണ്ടോ?